ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഓണത്തിൻ്റെ റെസിപ്പികളൊക്കെയാണ്. എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നല്ല ഒരു പച്ചടി, പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി, കളിയടയ്ക്ക ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി, അതായത് ചീട, പിന്നെ നല്ല അടിപൊളി ഒരു ഓലൻ്റെ റെസിപ്പി ഒക്കെ ഷെയർ ചെയ്തു. ഇന്നിപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഒന്നാം തരം ഒരു ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സദ്യയിലൊക്കെ വിളമ്പുന്ന പോലെയുള്ളത്. ഞാൻ 2 മാങ്ങ എടുത്തിരിക്കുന്നത്, അത് രണ്ടും കൂടെ 1/2 കിലോ മാങ്ങ ഉണ്ടായിരുന്നേ. മാങ്ങ നന്നായിട്ട് കഴുകി ഉണക്കി അതിൻ്റെ വെള്ളമയം ഒച്ചിരി പോലും ഇല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ടോ വലുതായിട്ടോ മുറിക്കാം. ഞാനൊരു ഇച്ചിരി വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 75 ml നല്ലെണ്ണയാണ്. അതിലിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും, ഒരു 6-7 സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി 2ആയിട്ടൊന്ന് മുറിച്ചതും, 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. പക്ഷേ ആ പൊടികൾ ചൂടോടെ ഇട്ട് കൊടുക്കരുത്. അത് വളരെ ചെറിയ ചൂടുള്ളപ്പോഴോ അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 4.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ലെവലായിട്ട് കായപ്പൊടിയും, 1/4 ടീസ്പൂൺ നിറച്ച് ഒരു ഇച്ചിരി കൂമ്പാരമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഉലുവാപ്പൊടിയും, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചതച്ച കടുകും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. കടുക് ചേർത്തപ്പം ക്യാമറ ഓഫായി പോയതാണ്. നിങ്ങൾ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാൻ മറക്കല്ലേ. ചതച്ച കടുകാണേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾക്കതൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളൂ. ഒരു 1/4 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണേ. തിളച്ച് കഴിഞ്ഞിട്ട് ചിലർ ഇത് ചൂടോടുകൂടി തന്നെ മാങ്ങ അങ്ങ് ചേർക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞിട്ട് ആ മാങ്ങ പുരട്ടി വെച്ചപ്പോഴത്തെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണേ. മാങ്ങ പുരട്ടി വെച്ചപ്പോഴത്തെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം മാങ്ങയുടെയൊക്കെ ജ്യൂസ് ഇറങ്ങിയതുമൊക്കെ അല്ലേ അതിൽ പുരട്ടി വെച്ച ഉപ്പുമൊക്കെ. അപ്പോൾ ആ ഒരു വെള്ളം കളയാതെ തന്നെ വേണം ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കാനായിട്ട് കേട്ടോ. വെള്ളമയമില്ലാതെ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ഈ പറഞ്ഞതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് പുറത്തിരുന്നോളും കേട്ടോ. ഞാൻ 75 ml ചേർത്തുള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 100 ml വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ഇച്ചിരി ഈ മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുന്നോളൂന്നുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ തയ്യാറാക്കി എടുക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എപ്പോൾ തീർന്നു എന്നറിയില്ല, അതുപോലെ പെട്ടെന്നങ്ങ് തീരും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ റെസിപ്പിയിലൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്